ഇന്നത്തെ ഉച്ചയൂണ് അടിപൊളി ഒരു ചൂര മീൻകറിയൊക്കെ കൂട്ടി അങ്ങോട്ടായാലോ. അങ്ങനെ ദേ ഏട്ടൻ മീൻകാരി ചേച്ചിയുടെ കയ്യിൽ നിന്ന് നല്ല അടിപൊളി നെയ്മീൻ ചൂരയുടെ നടു കഷ്ണം തന്നെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ കുക്കറിനകത്ത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി മാറ്റി വെച്ച് കേട്ടോ. അതിനുശേഷം നമ്മുടെ മീൻ അങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ ആയുധങ്ങളും ഒക്കെ അങ്ങോട്ട് എടുത്തിട്ട് ദേ ഇതുപോലെ കട്ട് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ. ഞാൻ പല വീഡിയോസും കാണും ഇതുപോലെ മീൻ കട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇനിയും കൊണ്ടുവരുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കും കേട്ടോ. അങ്ങനെ ദേ കിട്ടിയ ഒരു മീനാണ്. അങ്ങനെ ദേ കട്ടൊക്കെ ചെയ്തിട്ട് ദേ ഇതുപോലെ നമ്മുടെ ചട്ടിക്കകത്തോട്ട് കുറച്ച് ഉപ്പൊക്കെ എടുത്തിട്ട് ഒന്ന് തിരുമ്മി എടുത്ത് കുറച്ച് നേരം വെക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കുറേ നേരം ഒന്നും വെച്ചില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഉപ്പൊക്കെ പുരട്ടിയിട്ട് അതൊന്ന് കഴുകിയെടുത്ത് കേട്ടോ. അങ്ങനെ കുറേ വട്ടം കഴുകി പിന്നെ ദേ നമ്മുടെ സിങ്കൊക്കെ കുറച്ച് സോപ്പ് ഓയിൽ ഉപയോഗിച്ച് അവിടെ എല്ലാം ഒന്ന് കഴുകി കേട്ടോ. അല്ലെങ്കിൽ അപ്പം തന്നെ ഈച്ച പിടിക്കും കേട്ടോ. അതിനുശേഷം ദേ നമ്മുടെ ചട്ടി എടുത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഒരു കറക്കൊക്കെ അങ്ങോട്ട് കറക്കി അതിലേക്ക് കടുകും ഉലുവായും ഒക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി ഇതെല്ലാം കൂടെ ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുത്തതിന് ശേഷം പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ലേശം വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് നമ്മുടെ പുളിയുണ്ടല്ലോ, പുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോഴാണ് ഫ്രിഡ്ജിനകത്ത് ഒരു ഏത്തക്ക ഇരിക്കുന്നത് കണ്ടത് കേട്ടോ. അങ്ങനെ ആ ഏത്തക്കയൊക്കെ എടുത്തിട്ട് ഒന്ന് മെഴുക്കുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. ദേ അതെല്ലാം ഒന്ന് ഒരു വെള്ളത്തിനകത്തോട്ട് അരിഞ്ഞിട്ട് കേട്ടോ. അപ്പോഴത്തേക്കിന് ദേ നമ്മുടെ ചാറ് തിളച്ച് കുറച്ച് വറ്റി കേട്ടോ. അങ്ങനെ ദേ കഴുകി വെച്ചിരിക്കുന്ന മീനെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി അങ്ങോട്ട് വെക്കുക കേട്ടോ. അതിന് ശേഷം ദേണ്ട നമ്മുടെ ചീനച്ചട്ടിയിലോട്ട് അരിഞ്ഞ പിന്നെ അതിലേക്ക് കുറച്ച് സവോള, പിന്നെ കറിവേപ്പില, അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ലേശം ഗരം മസാലയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളവും കൂടെ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് മൂടി വെച്ച് അത് പറ്റുമ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ നല്ല കുഴകുഴാന്നിരിക്കും കേട്ടോ. അതിനുശേഷം ഇടയ്ക്ക് പോയി മീനൊന്ന് നോക്കിയപ്പോൾ ലേശം ഉപ്പ് കുറവുണ്ട്. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് വീണ്ടും മൂടി വെച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കിഴങ്ങെല്ലാം നല്ല കിഴങ്ങല്ല നമ്മുടെ കായൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ദേ കടുകും പൊട്ടിച്ച് നമ്മുടെ കായ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് ഒന്ന് വരട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ മീനിൻ്റെ ചാറൊക്കെ നല്ലതായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് ഉപ്പും പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ ലേശം കൂടി ഒന്ന് പറ്റിയാൽ കൊള്ളാമെന്ന് തോന്നി. വീണ്ടും ഒന്നും കൂടെ മൂടി വെച്ച് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ കായയുടെ പുറത്തോട്ട് സബോളയുണ്ടല്ലോ കുറച്ച് ലേശം ദേ ഇതുപോലെ കുരുകുരാന്നരിഞ്ഞ് അതിൻ്റെ പുറത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറി കാണണ്ടേ. അങ്ങനെ ദേ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മീൻകറി കാണുമ്പോൾ തന്നെ എനിക്ക് ഇപ്പം തന്നെ ചോറുണ്ണാൻ തോന്നുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് മീൻകറിയൊക്കെ കൂട്ടി നല്ലതേ നങ്കൊക്കെ കൂട്ടി